തിരഞ്ഞെടുത്തു. ദൈവ പൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സമയം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം, ക്രിസ്തുവിലായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയാണെന്ന്. പുതിയ സൃഷ്ടിയെക്കുറിച്ചിട്ട് ദൈവജനം പറയുന്നത് അവൻ ലിമിറ്റ്ലെസ് ആണ്, അതായത് പരിമിതികളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ഒരു ജീവിതത്തിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നാം പുതിയ സൃഷ്ടിയാണ്, ഞാൻ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ അല്ലല്ലോ ഇപ്പോഴായിരിക്കുന്നത്. ഒരുവൻ പുതിയ സൃഷ്ടിയായാൽ എങ്ങനെയാണ് പരിമിതികളില്ലാത്ത അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആയ ഒരു ലൈഫ് നയിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. God will visit you today. ഇന്ന് ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. This is the day for you, your visitation. ഇന്ന് നിങ്ങളുടെ സന്ദർശനത്തിന്റെ ദിവസമാണ്. Can you say hallelujah? Hallelujah. God is going to heal you and deliver you today. ഇന്ന് ദൈവം നിങ്ങളെ സൗഖ്യമാക്കാനും വിടുതൽ നൽകുവാനും പോകുന്നു. So I believe and trust in God. God is going to move in different way and going to touch your life. Amen. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ദൈവം ഒരു വ്യത്യസ്ത രീതിയിൽ ചലിച്ച് നിങ്ങളെ ഇന്ന് തൊടുവാൻ പോകുന്നു എന്ന്. Nearly 6 months we are sharing and thinking about new creation realities. 6 മാസമായിട്ട് നമ്മൾ പുതിയ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. Some people ask me, Pastor, why you are continually taught us about or fed us the same subject. പലരും എന്നോട് ചോദിക്കാൻ ഇടയാകുന്നുണ്ട്, ഒരേ വിഷയം എന്താണ് തുടർമാനമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന്. Because this understanding totally changed my spiritual life. ഞാൻ പഠിപ്പിക്കാൻ കാരണം ഈ മനസ്സിലാക്കൽ എന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒത്തിരി മാറ്റം വരുത്തുവാൻ ഇടയായത്. Today's message, the new creation and the life of God. ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയും ദൈവത്തിന്റെ ജീവനും എന്നുള്ളതാണ്. Let's turn to 2 Corinthians chapter 5 verse 17. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. It is written, therefore any person is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. The old things are passed away. പഴയത് കഴിഞ്ഞുപോയി. Everything become new. എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. You are a new creation. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. Religious way we can understand how is it possible. മതപരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ സാധിക്കുമെന്ന് നമുക്കറിയത്തില്ല. But Bible says you are a new creation. പക്ഷേ ബൈബിൾ പറയുന്നത് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെന്നാണ്. When you accept Jesus, when you receive Jesus, from that day you would become a new creation. നിങ്ങൾ എന്നാണോ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയായത് അന്ന് തന്നെ നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. The same day something more happened to you. ആ ദിവസം തന്നെ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ. The first thing, the old man with his limitations are gone. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലിമിറ്റേഷൻ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഉള്ള പഴയ ജീവൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായി. All limitations are gone. നിങ്ങളുടെ ലിമിറ്റുകൾ പൂർണ്ണമായി മാറിപ്പോയി. Now you are a limitless person. നിങ്ങൾ ഇപ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. Your weakness
and your failures are gone. പരാജയങ്ങളെല്ലാം പൂർണ്ണമായി മാറിപ്പോയി. If you believe you are a new creation, I am challenging you, no more weakness, no more failures again. Amen. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാനായി സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പരാജയമില്ല, നിങ്ങൾക്ക് ഇനി ഒന്നും സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. Can you raise your hands? നിങ്ങൾ കരങ്ങളൊന്ന് ഉയർത്താമോ? Can you confess with me? എന്നോട് ഏറ്റു പറയാമോ? ഞാൻ പരിമിതികളില്ലാത്തയാളാണ്. ഞാൻ പരിമിതികളില്ലാത്ത വ്യക്തിയാണ്. I am a limitless person. ഞാൻ പരിമിതികളില്ലാത്ത വ്യക്തിയാണ്. No more boundaries in me. ഒരു അതിർവരമ്പുകൾ എനിക്കില്ല. I am an overcomer. ഞാൻ മറികടക്കുന്നവനാണ്. I am born to be succeed. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. I am born to be a succeed. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. I am a success. ഞാൻ ഒരു ജയാളിയാണ്. I can't be a failure. ഞാൻ ഒരു പരാജയമാകാൻ പറ്റത്തില്ല. Because കാരണം I am born of God. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. Give a clap offering to the Lord. ദൈവത്തിന് കരമടിച്ച് ദൈവത്തെ സ്വീകരിച്ചാട്ടെ. Come on, church. കരങ്ങളടിച്ച് സഭയെ കരങ്ങളടിച്ച്. You know what's our problem? We can't accept this truth. നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അറിയാമോ? നമുക്ക് ഈ സത്യം നമ്മളെ സ്വീകരിക്കാൻ We are ഇടയാകുന്നില്ല. still thinking there is some limitation in our life. നമ്മൾ ഇപ്പോഴും വിളിക്കുന്ന ചില അതിർവരമ്പുകൾ നമുക്കുണ്ടെന്നാണ്. That is true before Christ. അത് ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് അത് തീർച്ചയായിട്ടും ശരിയാണ്. Now you are in Christ, there is no limitation over. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല. അടിപൊളി കയ്യടിയാ കേട്ടോ. Some people ask me, Pastor, what is mean by no limitations? ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ അതിർവരമ്പ് എന്ന് പറയുന്നത്? Limitations means limitations. അതിർവരമ്പെന്ന് വെച്ചാൽ അതിർവരമ്പെന്നാണ്. So where your emotions limits you, where your finance limits you, where your ability limits you, now there is no limit in your life. Amen. നിങ്ങളുടെ ഫിനാൻസിന് എവിടാണോ അതിർവരമ്പുണ്ടായിരുന്നത്, നിങ്ങളുടെ കഴിവുകൾക്ക് എവിടാണോ അതിർവരമ്പുണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ അതിർവരമ്പുണ്ടായിരുന്നത്, ആ കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ അതിർവരമ്പില്ലെന്നാണ് വചനം നമ്മൾ Can you say പഠിക്കുന്നത്. hallelujah? You are designed to be an extraordinary. നിങ്ങൾ ഒരു അസാധാരണമായ വ്യക്തിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. Most of the Christians don't want to hear that. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അത് കേൾക്കണമെന്ന് പോലും ആഗ്രഹമില്ല. Most of the Christians coming to the church for enjoying the worship and listening some sermons. ചില വചനങ്ങൾ കേൾക്കാനും ആരാധന കൂടാനും വേണ്ടിയിട്ടാണ് പല വിശ്വാസികളും ചർച്ചിലേക്ക് വരുന്നത്. They want to hear again and again about the instructions. അവർക്ക് എന്താണ് സഭയിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് സഭയിൽ വരുന്നത്. Most of the pastors giving instruction to the church every day. കൂടുതൽ പാസ്റ്റർമാരും സഭയിൽ ചില ചില കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. But I want to tell you, you have to know who you are in Christ Jesus. പക്ഷേ എനിക്ക് പറയാനുള്ള, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. When I was born again, nobody taught me like such way. ഞാൻ ക്രിസ്തുവിൽ ജനിച്ച സമയത്ത് ആരും എന്നെ അങ്ങനെ പഠിപ്പിക്കാൻ ഇടയായില്ല. When I know who I am in Christ Jesus, my limitations are gone. എപ്പോഴാണോ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാനായി സാധിച്ചത്, അപ്പോൾ മുതൽ എന്റെ അതിർവരമ്പുകൾ മാറ്റപ്പെടുവാൻ When you ഇടയായി. know who you are in Christ Jesus, you will become an overcomer. എപ്പോഴാണോ നിങ്ങളൊന്ന് തിരിച്ചറിയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന്, അപ്പോൾ നിങ്ങൾ സർവ്വത്തെ മറികടക്കാനായി Say to your തുടങ്ങും. neighbor, you are designed to be an extraordinary. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ് ഡിസൈൻ You ചെയ്തിരിക്കുന്നത്. are a peculiar person. നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. You are a special person. നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ്. Created for God's kingdom. ദൈവരാജ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. Hallelujah. Say to your neighbor, you are a special person. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന്. So be church. Normally our churches are not practicing about this type of thoughts. നമ്മുടെ സഭകൾ ഈ രീതിയിലുള്ള ചിന്തകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. So most of the people don't want to hear about I am a special person, a peculiar person, a chosen race. You don't want to hear that. പല സഭയ്ക്ക് ഇപ്പൊ കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ തെരഞ്ഞെടുക്ക വ്യക്തിയാണ്, നമ്മൾ പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന് എന്നുള്ള കാര്യങ്ങളൊന്നും സഭയ്ക്ക് കേൾക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. Say to your neighbor, you are chosen to be excellent. അടുത്ത ഒരു വ്യക്തിയുടെ കരം കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒരു എക്സലന്റ് ആയിട്ട് You are വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. chosen to be an extraordinary. നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയായിട്ട് You are വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. chosen to be special. നിങ്ങൾ ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ട് That's വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. why the new creation. അതുകൊണ്ടാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. I'm a new creation. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. Say with me, I'm a new creation. എന്നോട് പറഞ്ഞാട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. Say with me, I'm a new creation. പറഞ്ഞാട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. Say, come on. പറഞ്ഞാട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. So somebody asked me, Pastor, I know I am a new creation.
ചിലർ ചിന്തിക്കും എനിക്കറിയാം ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന്, but I can't live like that. പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാനായി സാധിക്കുന്നില്ല. I am not able to do like that. എനിക്ക് അങ്ങനെ ജീവിക്കാനായി സാധിക്കുന്നില്ല. Why like that? എന്താണ് അങ്ങനെ? It is so simple. അത് വളരെ നിസ്സാരമാണ്. I am going to teach you about how can you live accordingly. ഞാൻ അങ്ങനെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുകയാണ്. So it is extraordinary message for അതൊരു അസാധാരണമായ സന്ദേശമാണ് ഇന്ന് തരാനായി പോകുന്നത്. It was changed me a lot. അത് എന്നെ ഒത്തിരി മാറ്റപ്പെടുത്തുവാൻ ഇടയായി. It will change you a lot. അത് നിങ്ങളെ മാറ്റപ്പെടുത്തുവാൻ ഇടയാകും. This week was a Christmas season. ഇത് ക്രിസ്മസിന്റെ ആഴ്ചയായിരുന്നു. So we know these last 2-3-4 days before we celebrate Christmas. ഈ 3-4 ദിവസം മുമ്പ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടയായി. In Christmas we are always thought about the birth of Jesus. ക്രിസ്മസിൽ നമ്മൾ യേശുവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. Let's turn to that scripture, Matthew chapter 1 verse 21. നമുക്ക് മത്തായി സുവിശേഷം 1-21 വാക്യത്തിലേക്ക് നമുക്ക് പോകാം. It is talk about what's the reason Jesus was born. അത് പറയുന്നത് യേശു ജനിച്ചതിന്റെ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയാനിടയാകുന്നത്. How many of you know why Jesus was born? എത്ര പേർക്ക് അറിയാം എന്തിനാണ് യേശു ജനിച്ചതെന്ന്? Can you read for me? She will give birth to a son and you shall name him Jesus, for he will save his people from the sins. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. Jesus born to save the people from the sin. യേശു ജനിച്ചത് തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. Most of the Christians knows. കൂടുതൽ ക്രിസ്ത്യാനികൾക്കും അതറിയാം. What's the reason Jesus born? എന്തിനാണ് യേശു ജനിച്ചത്? Save the sinners. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. We know little more in our church. നമ്മുടെ സഭയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്കറിയാം. Jesus born to save from our sinful nature to godly nature. നമുക്ക് കുറച്ചും കൂടെ കാര്യം അറിയാം. ഈ യേശു ജനിച്ചത് നമ്മളുടെ പാപപരമായ സ്വഭാവത്തിൽ നിന്ന് ദൈവികമായ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം ജനിക്കാനിടയായത്. Our church practice that. നമ്മുടെ ചർച്ച അതിനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. We know Jesus was here to take us from the evil nature or sinful nature and become a godly nature. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. യേശു നമ്മളെ പാപ സ്വഭാവത്തിൽ നിന്ന് എടുത്തിട്ട് ദൈവികമായ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റപ്പെടുത്തുവാൻ ഇടയായെന്ന്. That's what the Bible says. That's what the scripture says. അതാണ് വചനം പറയാൻ ഇടയാകുന്നത്. But I want to ask a question to you. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. Then how he do it? എങ്ങനെയാണ് അവൻ അത് ചെയ്യുവാൻ ഇടയാകുന്നത്? How he change our nature to become God's nature? എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ ദൈവിക നേച്ചറായിട്ട് അവൻ മാറ്റുവാൻ ഇടയാകുന്നത്? Where that is a place we are struggling. അവിടെയാണ് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ കാര്യം. Priya sister saying this through the word. പ്രിയ സിസ്റ്റർ പറയുന്നത് അത് വചനത്തിലൂടെയാണ്. That's good. അത് ശരിയായ കാര്യമാണ്. But you have to know which word is working for that. അതിനു വേണ്ടി ഏത് വചനമാണ് നിങ്ങൾക്ക് ക്രിയ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. How it is practically happened into our spiritual life. അത് എങ്ങനെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകും നിങ്ങൾ അറിയണം. Can you say hallelujah? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Let's turn to one more scriptures from John chapter 10 verse 10. നമുക്ക് ഒരു വചനത്തിലും കൂടെ പോവാം. യോഹന്നാൻ സുവിശേഷം 10-10 വാക്യത്തിൽ. Thieves come only in order to steal and kill and destroy. I come that they may enjoy life and have it in abundance. മോഷ്ടിപ്പാനോ അറപ്പാനും മുടുപ്പാനോ അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. Jesus was saying and teaching to the disciples. Jesus was here to give life to the people. ശിഷ്യന്മാർക്ക് വേണ്ടി ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജീവൻ കൊടുക്കാനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന്. There is any connection with Matthew chapter 1:21 and John chapter 10:10? മത്തായി സുവിശേഷത്തിലും യോഹന്നാൻ 10:10 തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? Jesus was here to save the sinner. യേശു ഈ ഭൂമിയിൽ വന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. How he is going to save? അങ്ങനെയാണ് അവൻ രക്ഷിക്കാൻ പോകുന്നത്.
how he is going to save? എങ്ങനെയാണ് അവൻ രക്ഷിക്കാൻ പോകുന്നത്? It is written in John chapter 10:10. അത് 10:10 അത് യോഹന്നാൻ 10:10 അത് He is പറയുന്നു. ready to give his life to us. Through the life of God, he is going to change our sinful nature to godly nature. അവൻ രക്ഷിക്കാൻ പോകുന്ന യോഹന്നാൻ 10:10 പറയുന്ന അവൻ അവന്റെ ജീവിതം നമുക്ക് തന്നിട്ട് ആ ജീവനിലൂടെയാണ് നമ്മളെ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത്. Listen to me very carefully. എന്നെ വളരെ വ്യക്തതയോടെ When you ശ്രദ്ധിച്ചാട്ടെ. believe in Jesus, what is happening? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? His God life, God supplanted to your life, to his life. That's the way he saved you. Amen. ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തേക്ക് ആക്കി വെച്ചിട്ടാണ് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ഇടയാകുന്നത്. It's a wonderful understanding. When you believe Jesus, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ God gave his life യേശു തന്റെ ജീവൻ എടുത്തിട്ട് to your life, അത് നിന്റെ ജീവിതത്തിലാക്കി വെച്ച്, or he supplanted his life to your life, അല്ലെങ്കിൽ അവന്റെ ജീവൻ നിന്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ട്, so that's the way he saved you. Amen. ആ നിന്റെ ജീവിതത്തിൽ ആക്കി വെച്ചിട്ടാണ് അവൻ നിന്നെ രക്ഷിക്കാൻ In ഇടയാകുന്നത്. another word, we can say, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ without his life, അവന്റെ ജീവിതം കൂടാതെ no one can save. ആർക്കും രക്ഷിക്കപ്പെടാനായി സാധിക്കത്തില്ല. Come on. Without his help, no one can save. അവന്റെ സഹായം കൂടാതെ ആരും രക്ഷിക്കപ്പെടാനായി സാധിക്കത്തില്ല. I'm going to give some statements. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. These are the statements shock my spiritual life. ഈ ചില ചിന്താഗതികളാണ് എന്റെ ആത്മീയ ജീവിതത്തിന് ഒരു ഷോക്ക് ഉണ്ടാക്കിയത്, ഞെട്ടൽ ഉണ്ടാക്കിയത്. I'm not going to share all the deep understandings about what I receive from God. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പൊ പറയാനായി പോകുന്നില്ല. Listen to me carefully. എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ. When the life of God come into your life, ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, that day ആ ദിവസം you recognize നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു you are a new creation. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെന്ന്. ഞാൻ ക്രിസ്തുവിലായപ്പോൾ ദൈവത്തിൻ്റെ ജീവനെ അവൻ എൻ്റെ ഉള്ളിൽ വച്ചു. അതുകൊണ്ടാണ് എനിക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. ആ ജീവനാലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സകലത്തെയും ജയിക്കുവാനിടയായത്. അതുകൊണ്ടാണ് ഞാൻ ദൈവമകനെന്ന അല്ലെങ്കിൽ മകളെന്ന അനുഭവത്തിലേക്ക്, പദവിയിലേക്ക് വരുവാനിടയായത്. ആ ജീവൻ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പരിമിതികളില്ലാത്ത അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആയ വ്യക്തിയെന്ന് സ്വർഗം എന്നെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ തന്നെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ്. ലിമിറ്റ്ലെസ് ആയ ഒരു ലൈഫ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കുവാനായി കഴിയും. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിൻ്റെ പേര് ജൂലിയ, നന്ദൻകോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. നമ്മുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ലീഡറാണ്. ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് സിസ്റ്റർ ഇപ്പോൾ പറയുന്നത്. അങ്കിൾ കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മൾ വസിക്കുന്നു. അപ്പം ആ വെളിച്ചം വസിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ സ്വർഗത്തിൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മെസ്സേജ് റിയലി എനിക്ക് ഭയങ്കര സ്പർശിച്ചു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്കെന്നാൽ അത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാണണം, അതെങ്ങനെ സ്വർഗത്തിലൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതൊക്കെ നല്ല കാര്യമല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വിവരമുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്ന വലിയ പാടാണ് കേട്ടോ. സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, ഇങ്ങനെ ചിലർ ചിന്തിക്കുന്നുവെങ്കിൽ അത് പ്രയോജനപ്പെടുവാനും കാരണവും. പറ പ്രിയ സിസ്റ്റർ, അയ്യോ എന്ന് പറയുന്നു, ഒരു ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. നീ പറ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വിഷൻ കാണുവാണ്. അപ്പം ഒരു 6 സീറ്റർ ടേബിളിൽ എൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് യേശു ഇരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ പൗലോസും പത്രോസും, റൈറ്റ് സൈഡിൽ എലൈഷയും മോശയുമാണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു സല്യൂട്ട് കൊടുത്ത്. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് തോന്നിയതാണെങ്കിൽ അങ്ങനെ തോന്നാനെങ്കിലും പറ്റണ്ടേ? ഞാൻ തിരിക്കുന്നവരോട് പറഞ്ഞ്, ചിലർ പറയും ഇതൊക്കെ തോന്നല. ഓക്കെ, തോന്നല, പക്ഷെ നിനക്ക് അങ്ങനെങ്കിലും തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ വാ. ഒരു കയ്യടി കൊടുത്തേ, ഒരു നല്ല ആമേൻ പറഞ്ഞേ. എനിക്കും ഡൗട്ട് ഉണ്ട്, തോന്നലാണോ, ഇതൊക്കെ സംഭവിക്കും, എനിക്കൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും. ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തോന്നലാണോ എന്ന് ചിന്തിക്കുന്നതാണ് തോന്നൽ. ആ തോന്നലെന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് നിങ്ങൾ ഏറ്റവും ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയാണ് ആത്മലോകവുമായി ബന്ധപ്പെടുന്നത് എന്ന് പഠിപ്പിക്കാനാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ഞാൻ സെൻസിറ്റീവ് ഹാർട്ട് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെളിച്ചം വന്നു എന്ന് പറയും.
ഈ ആഴ്ച തുടർന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നിയർലി 45 മിനിറ്റ്സ് 1 hour എടുക്കും. അതുകൊണ്ട് ഞാൻ തുടത്തില്ല. അടുത്ത ആഴ്ച ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് ഈ ആഴ്ചനെ അടുത്ത ആഴ്ച ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇമാജിനേഷൻ എങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മലോകവുമായി പ്രവർത്തിക്കുന്നത്. നമുക്ക് ദൈവം തന്നുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ദൈവം തന്നൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്നറിയോ? മിക്കവാറും ആളുകൾ പറയും മറ്റൊന്നെങ്കിലും ഒക്കെ, പക്ഷെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തെ പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്നാ പറഞ്ഞേ? ദൈവത്തെ പോലെ ഇമാജിൻ ചെയ്യാൻ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം എങ്ങനെയും ആകാശം ഭൂമി എല്ലാം ഉണ്ടാക്കിയത്. അതുണ്ടാകണേക്കാൾ മുമ്പ് ദൈവത്തിന്റെ അകത്തൊരു ചിത്രം ഉണ്ടാവും. ആർക്കും വരയ്ക്കാൻ കഴിയാത്തൊരു ചിത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മാത്രമുള്ള സ്വഭാവമാണ്. നിങ്ങൾ അതിനെ കൈയടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. ഇമാജിനേഷൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വരവാണ്. ദൈവം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുക അല്ല, അതിലൂടെ ദൈവം നമ്മളോട് ഇടപെടുകയാണ്. ഇമാജിനേഷനെയും നമ്മുടെ സോളിൻ്റെ ഇമാജിനേഷനെയും നമ്മുടെ ലൗകിക ഇമാജിനേഷനെയും എങ്ങനെ തിരിച്ചറിയാം? അത് നാളെ അടുത്ത 2 ആഴ്ചക്കകത്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഇറ്റ്സ് യൂസ്ഫുൾ. അപ്പോൾ ഇവൾ കാണുന്ന ഈ ദർശനമാണോ ഇമാജിനേഷനോ ആണോ ചിന്തിക്കേണ്ടത്. ഇതൊന്നും ഇമാജിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇമാജിൻ ചെയ്ത ആ ചിത്രങ്ങളൊന്നും വ്യക്തമാകത്തില്ല. ഡിവൈൻ എല്ലാം വ്യക്തമായിരിക്കും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേട്ടെ. വണ്ടർഫുൾ. പറഞ്ഞേട്ടെ മോളെ. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നിയ ആൻസർ. കാരണം അത്രയും വ്യക്തമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരാണ്. എനിക്കൊരു സംശയമില്ലായിരുന്നു. അപ്പം ആ ടേബിളിൻ്റെ നടുക്ക് ഒരു ഓർണമെൻ്റൽ ഗോൾഡ് ബൗൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ലാമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നു. ലാമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് അപ്പോസ്റ്റൽസ് ഒരാൾ പറയുക, ടേക്ക് ആൻഡ് ഈറ്റ് എന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ കഴിക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു. പെട്ടെന്ന് അത് കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കുക, ഇതൊക്കെ എനിക്കെങ്ങനെ ഇവിടെ വന്ന് ഈ ഒരു ബാങ്ക്വറ്റിലൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റും. അപ്പം എനിക്ക് പെട്ടെന്നൊരു വചനം ഓർമ്മ വരുവാണ്, നോക്ക് ആൻഡ് ഐ കീപ് നോക്കിംഗ് at thy door and if anybody opens I will come and dine with him. Amen. It's wonderful word. അതിനുശേഷം അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് ചിന്തിക്കുക, എങ്ങനെ എനിക്ക് ഇവിടെ സ്വർഗത്തിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ വരാനൊക്കെ പറ്റുന്നു. അപ്പം യേശു ഓപ്പോസിറ്റ് ഇരിക്കുക. യേശു പറയാം, ലുക്ക് ആറ്റ് യു എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ പെട്ടെന്ന് എന്നെ നോക്കുന്നു. ആൻഡ് ഐ ജസ്റ്റ് ലുക്ക് ലൈക്ക് ജീസസ്. അപ്പം യേശുവിൻ്റെ അതേ ലൈറ്റ് പോലത്തെ രൂപം എനിക്ക് അതേപോലെ ഉണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു വിഷയം ഞാൻ കണ്ടു. ആൻഡ് രണ്ടാമത് ഇന്ന് സൺഡേ വരുന്ന മുന്നേ ഞാൻ അമ്മയുടെ പ്രാർത്ഥന മുറിയിൽ നിന്നാണ് ഞാൻ ബൈബിൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു സംഭവം പെട്ടെന്ന് കാണുമോ, അമ്മയുടെ റൂമിൽ ഫുൾ ഇങ്ങനെ റൂമിനുള്ളിൽ ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഇരിക്കുക. അല്ല ഓരോ ഡീറ്റെയിൽ മൊത്തം ഇങ്ങനെ ഗോൾഡ് പോലെ, ബ്രൈറ്റ് അല്ല ബട്ട് ഇറ്റ്സ് ഗോൾഡ് പ്ലേറ്റഡ്. ആൻഡ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ അമ്മയുടെ മുറിക്ക് എന്താ എത്രയും ഭംഗി? ആൻഡ് ദൈവം പറയുക, because she honors her room for her prayer with me, I come and make my abode in her. So സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിൽ തന്നെ ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത നാമത്തിനായി നന്ദി പറയാം. ആ നാമം സകലത്തിനും മേലായ നാമമാണ്. അതിനു മുകളിൽ ഒരു രോഗത്തിനോ അല്ലെങ്കിൽ ഒരു ശക്തിക്കോ ആകുവാനായി കഴിയത്തില്ല. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ടാണ് സകലത്തെയും ജയിക്കുവാനിടയാകുന്നത്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്രിസ്തുവിനെ കേട്ടപ്പോൾ, യേശുവിനെ കേട്ടപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ ലൈഫ് മാറുവാനിടയായി. എൻ്റെ ലൈഫ് മാറിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുവാനിടയായി. അത് ഓരോന്നോരോന്നായി പടിപടിയായി എന്നെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു, മാറ്റത്തിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ജീവിതം മുഴുവൻ മാറി മറിയുവാനിടയായി. കർത്താവേ, ഈ ഓരോ കുടുംബങ്ങളും ആ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിൽ, ആ ജീവനാണ് എന്നെ നടത്തുന്നു എന്ന ബോധത്തിൽ കർത്താവേ ആയിരിക്കട്ടെ. അപ്പാ, മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങളെ കാണുന്നത് അതേപോലെ ആകണം. ആ ജീവൻ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേപോലെ പ്രതികരിക്കാൻ. ദൈവം ഒരു സാഹചര്യത്തെ നോക്കുന്നത് എങ്ങനെയാണോ, ആ സാഹചര്യത്തെ
അതേപോലെ കാണുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെയും ആക്കി വെച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ, വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ, വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ. എനിക്കൊരു വ്യക്തിയെ കാണാം, ഒരു വിശേഷവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റു. ഹല്ലേലൂയ, നന്ദി പറയുന്നു കർത്താവെ. ആ വ്യക്തിയുടെ ഹിപ്പിന് താഴോട്ടുള്ള ആ പ്രയാസം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. പിന്നെ അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിക്ക് കുറച്ച് വസ്തുവുണ്ട്, പക്ഷേ അതിൽ നിന്ന് യാതൊരുവിധ വരുമാനവുമില്ല, അതിൽ നിന്ന് യാതൊരുവിധ വരുമാനവുമില്ല. തൻ്റെ ജീവിതത്തിന് പ്രയോജനമാകുന്ന വിധത്തിൽ ഒന്നും അതിൽ നിന്ന് ലഭിക്കാറില്ല. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. തൻ്റെ കൈകളിലുള്ളതെല്ലാം അനുഗ്രഹമാകട്ടെ അപ്പാ, അതെല്ലാം നന്മയാകട്ടെ അപ്പാ. മുള്ളും പറക്കാരയും എന്നത് ശാപത്തിൻ്റെ പ്രവൃത്തിയാപ്പാ, എന്നാൽ 100 മേനി ഫലം എന്നത് അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയാണ് കർത്താവേ. ആ വ്യക്തി അത് അനുഭവിക്കട്ടെ അപ്പാ, ദൈവിക അനുഗ്രഹത്തിലേക്ക് വരട്ടെ അപ്പാ. യേശുവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ഓരോ കുടുംബങ്ങളും അനുഗ്രഹത്തോടാകട്ടെ, ഓരോ കുടുംബങ്ങളും നന്മയിലാകട്ടെ കർത്താവേ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും സ്വർഗമേ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്കാകാം. ഗോഡ് ബ്ലെസ് യു.